എന്നാലും എന്തായിരിക്കും അവന്റെ ഉദ്ദേശം? അതെ, അത് ഇവിടുന്ന മനസ്സിലാവില്ല. നമുക്ക് ഇവിടെ നീങ്ങിക്കാം. അവനെന്താ പറയണെന്ന് കേൾക്കാല്ല. നമസ്കാരം, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അംജദ്. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. ചേട്ടാ എനിക്കൊന്നും അറിയില്ല. അതിന്റെ 2 പ്രൊഡ്യൂസർമാര് ഫൈസലും മൻസൂറും നമ്മളെ ഷൈൻ ഡോ ജോക്കി ആയിരുന്നു ആ സിനിമയിലെ നായകനായി ഞങ്ങൾ ഫിക്സ് ചെയ്തിരുന്നത്. അതിന്റെ അഡ്വാൻസ് മേടിച്ച പൈസ തന്നിട്ടില്ല കേട്ടോ. എച്ചിത്തരം പറയരുത് കേട്ടാ. മനസാക്ഷിയില്ല സംസാരിക്കരുത്, പക്ഷെ മനസാക്ഷിയില്ല സംസാരിക്കരുത്. കൂടെ ഉണ്ടാകും. ഈ എന്റെ രണ്ട് കൂട്ടുകാരാണ്. എന്നെ സ്വത്താക്കാൻ നോക്കുന്നു. അവന്റെ കൂത്താട്ടം കണ്ടില്ലേ? എല്ലാരും അവർക്ക് ശ്രീനാഥ് ഭാസിയായിട്ട് ഞാൻ വലിയ പ്രശ്നത്തിലാണ് എന്ന് എല്ലാരും ഒന്ന് കേക്കണേ. പ്രശ്നമുള്ളതുകൊണ്ട് പ്രശ്നമുണ്ട്. പിന്നെ കുഴപ്പമില്ല, ചേട്ടൻ കൊടുത്ത് തിന്നു. എനിക്ക് കുഴപ്പം. അങ്ങനെ തിന്നാനുള്ളവനല്ല ശ്രീനാഥ് ഭാസി. ഞാൻ ബ്രഹ്മാവിന് ബർമ്മ വെച്ചവനാണ് ഈ ഡയമണ്ട് ചട്ടമ്പി. അത് നിനക്ക് തെറ്റി. നിനക്ക് പപ്പനെ മനസ്സിലായിട്ടില്ല, നിനക്ക് ശിവശങ്കരനെ മനസ്സിലായിട്ടില്ല. വേണ്ടേ ഒരുമാതിരി കള്ളന്മാരോട് പെരുമാറുന്നു എന്നോട് പെരുമാറില്ല കേട്ടല്ലോ. അല്ല, ഒരു പറ്റൂ. വീണ്ടും നീ പഴയ പല്ലവി എന്നെ കൊണ്ട് പാടിക്കണ്ട. ഒന്നും മിണ്ടായിരടാ, പറയട്ടാ. അങ്ങനെ ഒരു വേദിയിൽ വിളിച്ചു വരുത്തിയിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യാനാണെങ്കിൽ അത് ശ്രീനാഥ് ഭാസി തെറ്റി. അതിഥികളെ ആക്ഷേപിക്കരുത്. ഞാനങ്ങനെ ചെയ്യോ ചേട്ടാ? അത് തെറ്റി ശ്രീനാഥ് ഭാസി. ഞാൻ വേറെ ജനാണ് കേട്ടോ, നിങ്ങൾ വേറെയാണ്. ഞാൻ അങ്ങേ അറ്റം പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവും. ഇങ്ങേ അറ്റം വന്ന തനി തറയാണല്ലോ പെണ്ടി. ഇതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. എന്റെ യാത്ര വേറെയാണ്, നിങ്ങളുടെ യാത്ര വേറെയാണ്. മൈക്കാതായിട്ട് കാണുമ്പോ പ്രസംഗിച്ച് വെറുപ്പിക്കുന്നവരെ പോലെ ഞാൻ വെറുപ്പിക്കുന്നില്ല സുഹൃത്തുക്കളെ. എനിക്ക് വളരെ സന്തോഷം ഇങ്ങനെ വേദിയിൽ വിളിച്ചതിനും. ഈ 2 സിനിമയും, ഈ സിനിമകൾ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഫൈസലിന്റെ സിനിമയും ഇപ്പോൾ ശ്രീനാഥ് ഭാസി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമയും സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. താങ്ക് യു. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.